എല്ലാ കൂട്ടുകാർക്കും ഗ്രാവിറ്റിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് ഫിസിക്കൽ വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ്. ആ ചാപ്റ്ററിൻ്റെ പേര് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. ഈ ചാപ്റ്ററിൽ ആകെ രണ്ട് ടോപ്പിക്ക് പഠിച്ചാൽ മതി. അതിൽ ആദ്യം പഠിക്കേണ്ടത് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ പഠിക്കാനുള്ളതെന്ന് നോക്കാം. ആദ്യം ഒരു യൂണിറ്റ് എന്താണെന്ന് നോക്കാം. എ യൂണിറ്റ് ഈസ് ആൻ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് റെഫറൻസ് സ്റ്റാൻഡേർഡ്. റെഫറൻസ് സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ എന്തിൻ്റെയെങ്കിലും മൂല്യം അല്ലെങ്കിൽ വാല്യൂ കണ്ടെത്തുന്നതിനുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബേസിക്കിനെയാണ് നമ്മളൊരു റെഫറൻസ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത്. അത് മാത്രം ഉണ്ടായാൽ പോരാ, അത് ലോകം മൊത്തം അംഗീകരിച്ചതുമായിരിക്കണം. അപ്പോൾ എന്താണ് യൂണിറ്റ് എന്ന് മനസ്സിലായി കാണുമല്ലോ. നോക്കാം. ദ യൂണിറ്റ്സ് ഫോർ ദ ഫണ്ടമെൻ്റൽ ഓർ ബേസ് ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫണ്ടമെൻ്റൽ ഓർ ബേസ് യൂണിറ്റ്. അതായത് ഫണ്ടമെൻ്റൽ ക്വാളിറ്റികളുടെ അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റികളിൽ നിന്നും അവയെ വിളിക്കും. ഇവയുടെ യൂണിറ്റുകളെ ഫണ്ടമെൻ്റൽ ഓർ ബേസ് യൂണിറ്റ്സ് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, എന്തൊക്കെയാണ് അതിൻ്റെ യൂണിറ്റ്സ് എന്ന് നമ്മൾ ഉടനെ തന്നെ പഠിക്കും. The units of all other physical quantities that can be expressed as combinations of the base units are called derived units. നമ്മൾ പറഞ്ഞു ഫിസിക്കൽ വേൾഡിൽ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുണ്ട്. പക്ഷേ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ മാത്രമല്ല ഫിസിക്സിലുള്ളത് അല്ലേ. വിസ്കോസിറ്റി ഉണ്ട്, സർഫസ് ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഇവയ്ക്കൊക്കെ യൂണിറ്റുകളില്ലേ. ഇവയുടെ യൂണിറ്റുകൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവയുടെ യൂണിറ്റുകൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റുകളുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ ഇവയുടെ യൂണിറ്റുകൾ ചേർത്താണ്, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റുകളെ കൂട്ടിച്ചേർത്താണ് നമ്മുടെ സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ വിസ്കോസിറ്റി പോലുള്ള മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റുകളെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്തരം യൂണിറ്റുകളെ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയും. ഈ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് നിലവിൽ വരുന്നതിന് മുമ്പ് ലോകത്ത് നിലനിന്നിരുന്ന പല യൂണിറ്റ് സിസ്റ്റങ്ങളുണ്ട്. പല രാജ്യങ്ങളും പല യൂണിറ്റ് സിസ്റ്റമാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട 3 പഠിക്കാം. ഒന്നാമത് പഠിക്കേണ്ടതാണ് CGS സിസ്റ്റം. CGS സിസ്റ്റം നിലനിന്നിരുന്നത് ഫ്രാൻസിലാണ്. ദ ബേസ് യൂണിറ്റ്സ് ഫോർ ലെങ്ത്, മാസ് ആൻഡ് ടൈം വേർ സെൻറ്റിമീറ്റർ, ഗ്രാം ആൻഡ് സെക്കൻഡ്. അതായത് ലെങ്ത്തിൻ്റെയും മാസിൻ്റെയും ടൈമിൻ്റെയും യൂണിറ്റുകൾ എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ, ഗ്രാമും സെക്കൻഡുമായിരുന്നു CGS സിസ്റ്റത്തിൽ. FPS സിസ്റ്റം നിലനിന്നിരുന്നത് ബ്രിട്ടനിലാണ്. ദ ബേസ് യൂണിറ്റ്സ് ഫോർ ലെങ്ത്, മാസ് ആൻഡ് ടൈം വേർ ഫുട്ട്, പൗണ്ട് ആൻഡ് സെക്കൻഡ്. അതായത് FPS സിസ്റ്റത്തിൽ ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫുട്ടും, മാസിൻ്റേത് പൗണ്ടും, അതുപോലെ തന്നെ ടൈമിൻ്റേത് സെക്കൻഡുമായിരുന്നു. അടുത്തത് നമുക്ക് മൂന്നാമതായിട്ട് നോക്കാനുള്ളത് MKS സിസ്റ്റമാണ്. MKS സിസ്റ്റം നിലനിന്നിരുന്നതും ഫ്രാൻസിലാണ്. ദ ബേസ് യൂണിറ്റ്സ് ഫോർ ലെങ്ത്, മാസ് ആൻഡ് ടൈം വേർ മീറ്റർ, കിലോഗ്രാം ആൻഡ് സെക്കൻഡ്. അതായത് MKS സിസ്റ്റത്തിൽ ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്ററും, മാസിൻ്റെ കിലോഗ്രാമും, അതുപോലെ തന്നെ ടൈമിൻ്റെ സെക്കൻഡുമായിരുന്നു. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. ഇതൊന്ന് ഓർത്തിരിക്കുക, അറിഞ്ഞിരിക്കുക. അപ്പോൾ പല രാജ്യങ്ങളും പല യൂണിറ്റ് സിസ്റ്റമാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ പല യൂണിറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത് പല എക്സ്പെരിമെൻറ്റുകൾക്കും അതുപോലെ തന്നെ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഇൻ എ ലേറ്റർ സ്റ്റേജ് internationally accepted system of units was introduced by International Bureau of Weights and Measures. ഫ്രാൻസിലുള്ള ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആണ് പുതിയൊരു യൂണിറ്റ് സിസ്റ്റം അത് ലോകം മൊത്തം അംഗീകരിക്കുന്ന രീതിയിൽ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് ഫ്രാൻസുകാരാണ്. ആ യൂണിറ്റ് സിസ്റ്റത്തിൻ്റെ പേരാണ് SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അല്ലെങ്കിൽ സിസ്റ്റം ഡെ ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് ഫ്രഞ്ച് വേർഡാണ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അല്ലെങ്കിൽ SI യൂണിറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയും. ഇനി എന്തൊക്കെയാണ് SI യൂണിറ്റ്സ് എന്ന് നോക്കാം. നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ എന്തുണ്ട്? 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിക്കും 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഉണ്ട്. ഇനി ഏതൊക്കെയാണ് ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, അവയുടെ ഫണ്ടമെൻ്റൽ യൂണിറ്റുകളെന്ന് നമുക്ക് നോക്കാം. ഇത് എക്സാമിന് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇതിൻ്റെ അകത്തൊരു 5 എണ്ണം, ഞാൻ പറയുന്ന ആദ്യത്തെ 5 എണ്ണമെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ഒന്നാമത്തെ ഫണ്ടമെൻ്റൽ യൂണിറ്റാണ് ലെങ്ത്ത്. ലെങ്ത്തിൻ്റെ
SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്, അതിൻ്റെ സിമ്പൽ M ആണ്. ഇതിൻ്റെ അകത്ത് എന്ത് വേണമെങ്കിലും ചോദിക്കാം, ബേസ് ക്വാണ്ടിറ്റി ചോദിക്കാം, അതിൻ്റെ യൂണിറ്റ് ചോദിക്കാം, അതിൻ്റെ സിമ്പൽ ചോദിക്കാം. ഇത് മൂന്നും പഠിച്ചിരുന്നാൽ മതി. രണ്ടാമത്തെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി മാസാണ്, അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാമാണ്, സിമ്പൽ KG, സ്മോൾ ലെറ്റർ KG ആണ്. മൂന്നാമത്തെ ടൈം, സെക്കൻഡാണ് അതിൻ്റെ യൂണിറ്റ്, സ്മോൾ ലെറ്റർ S ആണ് അതിൻ്റെ സിമ്പൽ. നാലാമത്തെ ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്, ക്യാപിറ്റൽ ലെറ്റർ A ആണ് അതിൻ്റെ യൂണിറ്റ്. അഞ്ചാമത്തെ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് കെൽവിൻ ആണ്, കെൽവിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ K ആണ്. ആറാമത്തെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ യൂണിറ്റിൻ്റെ പേര് മോൾ എന്നാണ്, അതിൻ്റെ സിമ്പിൾ മോൾ എന്ന് തന്നെയാണ്. ഒരു ഈ കുറവുണ്ടെന്നുള്ളൂ, വേറെ ഒന്നുമില്ല, അതേപോലെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഏഴാമത്തെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ലൂമിനസ് ഇൻറ്റൻസിറ്റി ആണ്, അതിൻ്റെ യൂണിറ്റ് കാൻഡലയാണ്, സ്മോൾ ലെറ്റർ CD ആണ് അതിൻ്റെ സിമ്പിൾ. ഫണ്ടമെൻ്റൽ യൂണിറ്റുകൾക്ക് ശേഷം വരുന്ന രണ്ട് സപ്ലിമെൻ്ററി യൂണിറ്റുകളാണ് പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. ഇത് SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് രൂപീകരിച്ച സമയത്താണ് ഈ പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും ഒക്കെ സപ്ലിമെൻ്ററി യൂണിറ്റ്സ് ആയിട്ട് ഈ ടേബിളിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ 1995 ശേഷം ഈ രണ്ട് യൂണിറ്റുകളെയും ഈ ടേബിളിൽ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി യൂണിറ്റ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ. അതായത് ഈ SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഈ പ്ലെയിൻ ആംഗിളിനും അതുപോലെ തന്നെ സോളിഡ് ആംഗിളിനും ഡയമെൻഷൻ ഇല്ലാത്തത് കൊണ്ടാണ് സപ്ലിമെൻ്ററി യൂണിറ്റ്സ് ആയിട്ട് ഇതിനെ സെപ്പറേറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടും അതിന് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടും ഈ സപ്ലിമെൻ്ററി യൂണിറ്റ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നാലും നമുക്കിവിടെ പഠിക്കാനുണ്ട് എന്താണ് സപ്ലിമെൻ്ററി യൂണിറ്റ്, ഏതൊക്കെയാണ് സപ്ലിമെൻ്ററി യൂണിറ്റ് എന്നുള്ളത്. ഒന്നാമത്തെ പ്ലെയിൻ ആംഗിളാണ്, അതിൻ്റെ യൂണിറ്റ് റേഡിയനാണ്, സിമ്പൽ RAD, സ്മോൾ ലെറ്റർ RAD, റാഡ് എന്നൊക്കെ പറയുന്നത്. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് സോളിഡ് ആംഗിളാണ്, സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് സ്റ്റെറേഡിയനാണ്, സിമ്പൽ SR. സപ്ലിമെൻ്ററി യൂണിറ്റ്സിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് പ്ലെയിൻ ആംഗിളിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് പ്ലെയിൻ ആംഗിൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ലെങ്ത് ഓഫ് ആർക്ക് DS ടു ദ റേഡിയസ് R ഓഫ് എ സർക്കിൾ. നിങ്ങൾ ഈ പ്ലെയിൻ ആംഗിളിൻ്റെ തൊട്ടിപ്പുറത്ത് കൊടുത്തിരിക്കുന്ന റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന പടം നോക്കുക. ശരിക്കും ഒരു സർക്കിളിൻ്റെ ചെറിയൊരു പോർഷനാണ് ആ എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് O ആണ്. ആ Oയിൽ നിന്ന് അതിൻ്റെ ഔട്ടർ സർഫസിലേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയസ് ആയിരിക്കും, റേഡിയസിൻ്റെ ലെങ്ത്ത് R ആണ്. അപ്പോൾ നമ്മൾ രണ്ട് റേഡിയസ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ d ആണ്. സർക്കിളിൻ്റെ ഔട്ടർ പോർഷനിലുള്ള ഭാഗമാണ് DS. ഈ DS എന്ന് പറയുന്ന ഒരു ആർക്ക് ഷേപ്പിലാണ്. അപ്പോൾ എന്താണ് പ്ലെയിൻ ആംഗിൾ എന്ന് ചോദിച്ചാൽ d theta is equal to ds by r. It is the ratio of the length of the arc divided by the radius of the circle. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയനാണ്. അപ്പോൾ ഇതാണ് ഒരു പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ലെങ്ത് ഓഫ് ദ ആർക്ക് DS ടു ദ റേഡിയസ് R ഓഫ് എ സർക്കിൾ. അടുത്തതായി നമുക്ക് എന്താണ് ഒരു സോളിഡ് ആംഗിൾ എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഇൻ്റർസെപ്റ്റഡ് ഏരിയ DA ഓഫ് ദ സ്പെറിക്കൽ സർഫസ് ടു ദ സ്ക്വയർ ഓഫ് ഇറ്റ്സ് റേഡിയസ് R ഫ്രം ഇറ്റ്സ് സെൻറ്റർ. നമ്മൾ പ്ലെയിൻ ആംഗിൾ പഠിച്ചപ്പോൾ ഒരു സർക്കിളാണ് കൺസിഡർ ചെയ്തതെങ്കിൽ സോളിഡ് ആംഗിൾ പഠിക്കുമ്പോൾ നമ്മൾ സ്ഫിയർ അല്ലെങ്കിൽ ഒരു ഗോളമാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു ഗോളത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് അതിൻ്റെ ഔട്ടർ സർഫസിലേക്ക് നമ്മൾ 3-4 ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ അതിൻ്റെ ഔട്ടർ സർഫസിൽ ഈ ലൈൻസ് എല്ലാം ജോയിൻ ചെയ്താൽ നമുക്കൊരു ഏരിയ കിട്ടും. ആ ഏരിയ DA ആണ്. നമ്മുടെ ഗോളത്തിൻ്റെ ഔട്ടർ സർഫസിലാണ് നമുക്ക് ഈ ഏരിയ കിട്ടുന്നത്. ആ ഏരിയ DA ആണ്. ഈ 4 ലൈൻസ് ജോയിൻ ചെയ്ത് നമ്മൾ സെൻറ്ററിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ഈ ലൈൻ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഗോളത്തിൻ്റെ സെൻറ്ററിൽ നിന്നാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതതിൻ്റെ റേഡിയസ് ആണ് അല്ലേ. അപ്പോൾ റേഡിയസിൻ്റെ ലെങ്ത്ത് R ആണ്. എന്താണ് സോളിഡ് ആംഗിൾ എന്ന് ചോദിച്ചാൽ ഈ സ്ഫിയറിൻ്റെ അകത്ത് ഫോം ചെയ്യുന്ന ആംഗിൾ, അതായത് ഒറിജിനിൽ നിന്ന് തൊട്ടപ്പുറം മാറി ഫോം ചെയ്യുന്ന ഈ ആംഗിൾ d ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു DA ഡിവൈഡഡ് ബൈ R². ഇതാണ് സോളിഡ് ആംഗിൾ എന്നറിയപ്പെടുന്നത്. സ്റ്റെറേഡിയനാണ് ഇതിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ നിന്ന് പഠിക്കാനുള്ളത്. നന്നായിട്ട് പഠിച്ചു വെക്കുക. എക്സ്പെഷ്യലി ആ ടേബിൾ SI യൂണിറ്റ്സിൻ്റെ ടേബിളിൽ ആദ്യത്തെ 5 എണ്ണമെങ്കിലും മനസ്സിലാക്കുക, അതിൻ്റെ യൂണിറ്റ് പഠിക്കുക, അതിൻ്റെ സിമ്പിൾ പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് നീങ്ങാം. അത് ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ശരിക്കും ഡയമെൻഷണൽ അനാലിസിസ് ആണ് നമ്മൾ പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്.
നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നിട്ട് അതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറയാം, അല്ലെങ്കിൽ ഏതെങ്കിലും അൺനോൺ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ ഡയമെൻഷൻസ് കറക്റ്റാണോ എന്നൊക്കെ കണ്ടുപിടിക്കാനാണ് ഈ ഭാഗത്തു നിന്ന് ചോദിക്കുന്നത്. നമുക്കിനി ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഓൾ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവ് യൂണിറ്റ്സ്. എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്കും യൂണിറ്റ് ഉണ്ട്. ദ യൂണിറ്റ്സ് ഓഫ് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ കാൾഡ് ഫണ്ടമെൻ്റൽ ഓർ ബേസ് യൂണിറ്റ്സ്. 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെയും യൂണിറ്റുകളെ ബേസ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് നമ്മൾ പറയും. ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആർ ഫോംഡ് ഫ്രം ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. അതായത് ഫണ്ടമെൻ്റൽ യൂണിറ്റുകളിൽ നിന്നാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഫോം ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമായിരുന്നു, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളിൽ നിന്ന് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ യൂണിറ്റുകൾ ചേർന്നാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഫോം ചെയ്യുന്നത്. ഒരു ഡിറൈവ്ഡ് യൂണിറ്റിന് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. ശരിക്കും ന്യൂട്ടൺ എന്ന് പറയുന്ന യൂണിറ്റ് ഫോം ചെയ്യുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയറിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ്. ഐസക് ന്യൂട്ടനോടുള്ള ആദരസൂചകമായിട്ടാണ് കിലോഗ്രാം മീറ്റർ സ്ക്വയറിന് ന്യൂട്ടൺ എന്ന് മാറ്റി എഴുതിയിരിക്കുന്നത്. We can call these 7 fundamental quantities 7 dimensions of physical world. അപ്പോൾ ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളിൽ നമുക്ക് ഫിസിക്കൽ വേൾഡിലുള്ള 7 എന്തായിട്ട് പറയാം? ഡയമെൻഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ദേ ആർ ഡിനോട്ടഡ് യൂസിങ് എ സ്ക്വയർ ബ്രാക്കറ്റ്. ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ പടമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചാണ് എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ ദ പവേഴ്സ് ഓർ എക്സ്പോണൻസ് ടു വിച്ച് ദ ബേസ് ക്വാണ്ടിറ്റീസ് ആർ റൈസ്ഡ് ടു റെപ്രസെൻറ്റ് ദാറ്റ് ക്വാണ്ടിറ്റി. അതായത് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റുകളിലേക്ക് എത്ര പവർ ഇട്ട് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സുകളെ പവേഴ്സ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻസ് ഏതൊക്കെയാണെന്നാണ്. ലെങ്ത് ഹാസ് ദ ഡയമെൻഷൻ എൽ. ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എൽ ആണ്. ചുമ്മാ എൽ എന്ന് എഴുതിയാൽ പോരാ, ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് എൽ എന്ന് എഴുതണം, എന്നാലാണ് അതിൻ്റെ ഡയമെൻഷനൽ റെപ്രസെൻറ്റേഷൻ ആവുകയുള്ളൂ. മാസിൻ്റെ ഡയമെൻഷൻ എം ആണ്, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് എം ഇട്ടിട്ടുണ്ട്. ടൈമിൻ്റെ ഡയമെൻഷൻ ടി ആണ്. ഇലക്ട്രിക് കറണ്ടിൻ്റെ എ ആണ്. അതായത് അതിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റുകളുടെ സിമ്പലുകളെ അതിൻ്റെ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് എടുത്തിട്ട് എഴുതിയാൽ അതിൻ്റെ എന്തായി? ഡയമെൻഷനായി മാറി. തെർമോഡൈനാമിക് ടെമ്പറേച്ചറിൻ്റെ കെ ആണ്. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ സി ഡി ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ മോളാണ്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇൻ മെക്കാനിക്സ് ഓൾ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി റിട്ടൺ ഇൻ ടേംസ് ഓഫ് ദ ഡയമെൻഷൻസ് ഓഫ് ലെങ്ത്, മാസ് ആൻഡ് ടൈം. അതായത് മെക്കാനിക്സിൽ ഒരു പറച്ചിലുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയാണ്. മെക്കാനിക്സിൽ പറയുന്നത് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെയും ഡയമെൻഷൻസിനെ നമ്മൾ 3 യൂണിറ്റുകൾ അല്ലെങ്കിൽ 3 ഡയമെൻഷൻസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. 1 ലെങ്ത്ത്, 2 മാസ്, 3 ടൈം. അതായത് ഈ 3 ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻസ് ഉപയോഗിച്ച് ഫിസിക്കൽ വേൾഡിലുള്ള എല്ലാ ക്വാണ്ടിറ്റീസിനും ഡയമെൻഷൻസിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് മെക്കാനിക്സിൽ പറയുന്നത്. നമ്മൾ ഇത്രയും നേരം എന്താണ് ഡയമെൻഷൻ എന്താണ്, എന്തൊക്കെ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. Now let's find the dimension of volume. വോളിയത്തിൻ്റെ ഡയമെൻഷൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. വോളിയത്തിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നതിനായിട്ട് അതിന് നമുക്ക് ആദ്യം അറിയേണ്ടത് വോളിയത്തിൻ്റെ ഇക്വേഷനാണ്. വോളിയത്തിൻ്റെ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്, അല്ലേ? നമ്മളിപ്പോൾ എന്താ എടുക്കുന്നത്? ഒരു ക്യൂബാണെന്ന് വിചാരിക്കുക. ക്യൂബാണെങ്കിൽ അത് തന്നെ എ ക്യൂബാണല്ലേ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. നമ്മൾ എന്തെങ്കിലും ബോഡി ആയിക്കോട്ടെ അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ജനറൽ ഇക്വേഷനാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ നമുക്ക് എന്താണെന്നറിയാം, എല്ലാണ്. ഈ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും ശരിക്കും നീളം തന്നെയല്ലേ? അപ്പോൾ ബ്രെഡ്ത്തിൻ്റെ ഡയമെൻഷൻ എന്ത് തന്നെയായിരിക്കണം? നീളത്തിൻ്റെ ഡയമെൻഷൻ എന്താണോ അത് തന്നെയാണ് ബ്രെഡ്ത്തിൻ്റെ ഡയമെൻഷനും. ഹൈറ്റ് എന്ന് പറഞ്ഞാലും ലെങ്ത്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹൈറ്റിൻ്റെ ഡയമെൻഷനും എന്ത് തന്നെയായിരിക്കണം? ലെങ്ത്ത് തന്നെയായിരിക്കണം, അല്ലെങ്കിൽ സ്മോൾ ക്യാപിറ്റൽ ലെറ്റർ എൽ തന്നെയായിരിക്കണം. അപ്പോൾ ഹെൻസ് ദ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? എൽ ഇൻറ്റു എൽ ഇൻറ്റു എൽ. പക്ഷേ എങ്ങനെ എഴുതണം? എൽ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്തിട്ട് എഴുതണം. വിച്ച് ഈസ് ഈക്വൽ ടു എൽ ക്യൂബ്. ഈ എൽ ക്യൂബിൻ്റെ ക്യൂബ് എന്തിൻ്റെ അകത്ത് എഴുതണം? സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് എഴുതി വേണം അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഡയമെൻഷനൽ ഫോർമുല എന്താണെന്നാണ്.
The expression which shows how and which of the base quantities represent the dimensions of a physical quantity is called the dimensional formula of the given physical quantity. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷനെ യൂസ് ചെയ്ത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ്റെ എക്സ്പ്രഷനെ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മളൊരു ഡയമെൻഷനൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ വോളിയത്തിൻ്റെ ഡയമെൻഷനൽ ഫോർമുല അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ദ ഡയമെൻഷനൽ ഫോർമുല ഓഫ് വോളിയം ഈസ് m⁻⁴ L³ T⁻⁴. ഇവിടെ m⁻⁴ വരാൻ കാരണം വോളിയത്തിൻ്റെ ഇക്വേഷനിൽ മാസിന് ഒരു പ്രാധാന്യമില്ല. പിന്നെ T⁻⁴ വരാൻ കാരണം അതുകൊണ്ടാണ്. വോളിയത്തിൻ്റെ ഇക്വേഷനിൽ ടൈം എവിടെയെങ്കിലും കടന്നു വരുന്നുണ്ടോ? വോളിയത്തിൻ്റെ ഇക്വേഷനിൽ മാസ് എവിടെയെങ്കിലും കടന്നു വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ വോളിയത്തിൻ്റെ ഇക്വേഷനിൽ ആകെയുള്ളത് ലെങ്ത്ത് മാത്രമല്ലേ. അതെന്താണ്? L³ ആണുള്ളത്. നമ്മൾ നേരത്തെ വോളിയത്തിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിച്ചായിരുന്നു, L³ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു മെക്കാനിക്സിൽ ഒരു ഇക്വേഷൻ്റെ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് മാസിൻ്റെയും ലെങ്ത്തിൻ്റെയും ടൈമിൻ്റെയും ഡയമെൻഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് m⁻⁴ L³ T⁻⁴ എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി എന്താണ് ഡയമെൻഷനൽ ഇക്വേഷൻ എന്ന് നോക്കാം. An equation obtained by equating a physical quantity with its dimensional formula is called the dimensional equation of the physical quantity. അതായത് ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ അതിൻ്റെ ഡയമെൻഷനൽ ഫോർമുലയുമായി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷനെ അതിൻ്റെ ഡയമെൻഷനൽ ഇക്വേഷൻ എന്ന് പറയാം. നമ്മൾ വോളിയത്തിൻ്റെ തന്നെ കേസ് എടുക്കുന്നു. ഇവിടെ എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത്? ആ വോളിയത്തിൻ്റെ സിമ്പിളായ വിനെ നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിലിട്ടിട്ട് വിച്ച് ഈസ് ഈക്വൽ ടു m⁻⁴ L³ T⁻⁴ എന്ന് എഴുതുമ്പോൾ അത് എന്തായി മാറി? അതിൻ്റെ ഡയമെൻഷനൽ ഇക്വേഷനായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡയമെൻഷനൽ ഇക്വേഷൻ എഴുതേണ്ടത്. ഇത്രയും കാര്യം നന്നായിട്ട് പഠിച്ചിരിക്കുക. നമുക്ക് വെലോസിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാം. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്നാന്ന് നമുക്കറിയാം. ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈമാണ്. സഞ്ചരിച്ച അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ സഞ്ചരിച്ച ദൂരം ബൈ സമയമാണ് വെലോസിറ്റി എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെയാണ് വെലോസിറ്റിയുടെ യൂണിറ്റ് ലെങ്ത് ബൈ ടൈമാണ്. ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് നോക്കുക. ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ L ആണ്. ടൈമിൻ്റെ ഡയമെൻഷൻ T ആണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ ഡയമെൻഷനെ ടൈമിൻ്റെ ഡയമെൻഷനും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റിയുടെ ഡയമെൻഷൻ കിട്ടും. അതായത് L/T. ഇത് സ്ക്വയർ ബ്രാക്കറ്റിൽ തന്നെ ഇത് ചെയ്യണം. ഞാൻ പിന്നെയും പറയുകയാണ്, അതൊരിക്കലും മറക്കരുത്. അപ്പോൾ L/T നമ്മൾ ചെയ്യുന്നു. ആ L/Tനെ നമുക്ക് L⁻⁻1 എന്ന് എഴുതാം. ഈ L⁻⁻1 എന്ന് വരാൻ കാരണം T⁻⁻1 എങ്ങനെ വന്നെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഇക്വേഷൻ്റെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ടീനെ മുകളിലേക്ക് എടുത്ത് എഴുതുമ്പോൾ നമുക്ക് T⁻⁻1 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റിയുടെ ഡയമെൻഷനൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡയമെൻഷനൽ ഇക്വേഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് ഡയമെൻഷനൽ ഫോർമുലയാണോ ഡയമെൻഷനൽ ഇക്വേഷനാണോ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതെന്ന് ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ ഡയമെൻഷനൽ ഇക്വേഷൻ ചോദിക്കുമ്പോൾ എന്ത് എഴുതണം? m⁻⁴ L⁻⁴. അവിടെ മാസിൻ്റെ ഒരു കാര്യവും നമ്മുടെ വെലോസിറ്റിയുടെ ഇക്വേഷനിലില്ല. അതുകൊണ്ട് മാസിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മാസിൻ്റെ ഡയമെൻഷൻ 0 ആണ്. ലെങ്ത്ത് ഉണ്ട്, ടൈമും ഉണ്ട്. ഇനി നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ടേബിളിൽ എന്താണ് തന്നിരിക്കുന്നത് നോക്കിയാൽ പലതരം ഫിസിക്കൽ ക്വാണ്ടിറ്റികളും അതിൻ്റെ ഡയമെൻഷൻസും ഇക്വേഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ചില ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആക്സിലറേഷൻ ഉണ്ട്. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ വെലോസിറ്റി ബൈ ടൈമാണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു, L⁻⁻1 ആണ്. ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ ഡയമെൻഷൻ കൊടുത്താൽ നമുക്ക് ആക്സിലറേഷൻ്റെ ഡയമെൻഷനൽ ഇക്വേഷൻ കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? m⁻⁴ T⁻⁻2 വരും. കാരണം ഡിനോമിനേറ്റർ കിടക്കുന്ന T ഇവിടെ മുകളിലേക്ക് വരുമ്പോൾ അതും T⁻⁻1 ആവും. അപ്പോൾ 2 T⁻⁻1 വരുമ്പോൾ T⁻⁻2 ആവും. അടുത്ത മൊമെൻ്റമാണ്. മൊമെൻ്റത്തിൻ്റെ ഇക്വേഷൻ മാസിൻ്റെ വെലോസിറ്റിയാണ്. മാസിൻ്റെ ഡയമെൻഷൻ m ആണ്. പിന്നെ വെലോസിറ്റിയുടെ L⁻⁻1. അങ്ങനെയാണെങ്കിൽ മൊമെൻ്റത്തിൻ്റെ ഡയമെൻഷൻ L⁻⁻1 എന്ന് കിട്ടും. ഫോഴ്സാണ്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ മാസിൻ്റെ ആക്സിലറേഷനാണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്ത് വരും? m⁻L⁻⁻2 എന്ന് വരും. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അതായത് ഒരു നിശ്ചിത ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ അളവിനെയാണ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വേണം? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണെങ്കിൽ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ m⁻L⁻⁻2 നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു. ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് വെച്ചാൽ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്താണ്? L² ആണ്. ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താണ്, ലെങ്ത്തിൻ്റെ വിഡ്ത്താണ്, എന്ത് വേണമെങ്കിലും ആവാം അല്ലേ. പക്ഷേ ലെങ്ത്തിൻ്റെ ലെങ്ത്താണ് എന്ത് വരുന്നത്? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വരുന്നത്.
അപ്പോൾ ലെങ്ത്തിൻ്റെ ഡയമെൻഷനാണ് അവിടെ വരുന്നത്. അപ്പോൾ പ്രഷറിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ml⁻⁻1 T⁻⁻2 എന്ന് വരും. l⁻⁻1 വരാൻ കാരണം എന്താണ്? ഡിനോമിനേറ്ററിൽ കിടക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന l² മുകളിലേക്ക് എത്തുമ്പോൾ എന്തായിട്ട് മാറും? l⁻⁻2 ആയിട്ട് മാറും. l⁻⁻2 ആയിട്ട് മാറും. അപ്പോൾ l⁻⁻2 ഇൻറ്റു l⁻1 അല്ലെങ്കിൽ L എന്ന് പറയുന്നത് എന്തായിട്ട് വരും? l⁻⁻1 ആയിട്ട് വരും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ പ്രഷറിൻ്റെ ഡയമെൻഷൻ ml⁻⁻1 T⁻⁻2 എന്ന് കിട്ടും. ഇനി നമുക്ക് നോക്കാനുള്ളത് സിഗ്നിഫിക്കൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് ആണ്. എന്താണ് ഡയമെൻഷണൽ അനാലിസിസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നാണ്. ഇറ്റ് ഹെൽപ്സ് ടു ഡെഡ്യൂസ് certain relationship among different physical quantities, അതായത് പലതരം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്സ് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. Relation among different physical quantities and checking the derivation, accuracy and dimensional consistency of various mathematical expressions, അതായത് പലതരത്തിലുള്ള മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ്റെ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി, അതിൻ്റെ ആക്യുറസി, കൃത്യത, അതിൻ്റെ ഡെറിവേഷൻ, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും നമുക്ക് എന്ത് സഹായിക്കുന്നു? ഡയമെൻഷണൽ അനാലിസിസ് സഹായിക്കുന്നു. അടുത്ത നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ചെക്കിംഗ് ദ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി. എന്തിനാണ് നമ്മൾ ഒരു ഇക്വേഷൻ്റെ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുന്നത്? ഇത് നിങ്ങൾക്ക് എക്സാമിന് മെയിനായിട്ട് ചോദിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വരുവാണെങ്കിൽ ഈ ഭാഗത്തുനിന്ന് ഇനി ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി കണ്ടുപിടിക്കാനായിരിക്കും. അതായത് അതിൻ്റെ ഡയമെൻഷണൽ വൈസ് ആ ഇക്വേഷൻ കറക്റ്റാണോ എന്ന് കണ്ടുപിടിക്കാനായിരിക്കും നിങ്ങൾക്ക് ചോദ്യം വരുന്നത്. ആഡ് or subtract similar physical quantities if they have same dimension, അതായത് ഒരേ ഡയമെൻഷനുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനോ സബ്ട്രാക്റ്റ് ചെയ്യാനോ കഴിയുകയുള്ളൂ. ഇനി എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് നോക്കാം. ഈ പോർഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. കാരണം ഒരു ഇക്വേഷൻ്റെ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്നറിയപ്പെടുന്നത്. ഓൾമോസ്റ്റ് എല്ലാ വർഷം ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ചോദ്യം ഉണ്ടാവാറുണ്ട്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി? ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ ആ ചോദ്യം ഉണ്ടായേ തീരൂ. അപ്പോൾ അത്രയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ ഈ ഭാഗം പഠിക്കുക. നമുക്ക് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് നോക്കാം. The principle of homogeneity states that the dimensions of each the terms of a dimensional equation on both sides are the same. അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത് ഇതാണ്: ഒരു ഇക്വേഷൻ്റെ രണ്ട് സൈഡിലുമുള്ള ടേംസിൻ്റെ ഡയമെൻഷൻസ് ഈക്വൽ ആയിരിക്കും. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്ന കാര്യം. നമുക്കിനി ഒരു ഇക്വേഷൻ്റെ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഒന്ന് ചെക്ക് ചെയ്യാം. ഇക്വേഷനോട് കൊടുത്തിട്ടുണ്ട് x=x0 + v0t + ½ at². നമ്മളിവിടെ ശരിക്കും ചെക്ക് ചെയ്യേണ്ട കാര്യം ഈ ഇക്വേഷൻ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അനുസരിക്കുന്നുണ്ടോ. അതായത് ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലുമുള്ള ടേംസിൻ്റെ ഡയമെൻഷൻസ് സെയിം ആണോ എന്നാണ് നോക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിൾ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എക്സിൻ്റെ ഡയമെൻഷൻ എല്ലാണ്. ഓർ ബോഡി ഇൻ ടൈം t വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം ദ പൊസിഷൻ x0. അപ്പോൾ x0 എന്ന് പറയുന്നത് പൊസിഷനാണ് വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി v0 ഇനീഷ്യൽ വെലോസിറ്റിയാണ്. അറ്റ് ടൈം t =0 ആൻഡ് ഹാസ് യൂണിഫോം ആക്സിലറേഷൻ a. യൂണിഫോം ആക്സിലറേഷനെ റിപ്രസെൻറ്റ് ചെയ്യുന്നത് a എന്ന് പറയുന്ന സിമ്പിളാണ്. അലോങ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. അപ്പോൾ x=x0 + v0t + ½ at² എന്ന് പറഞ്ഞ ഇക്വേഷനാണ് നമുക്ക് തന്നിരിക്കേണ്ടത്. ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും, അതായത് ഈക്വൽ ടുവിന് ലെഫ്റ്റിലും റൈറ്റിലുമുള്ള ടേംസിൻ്റെ ഡയമെൻഷൻസ് സിമിലർ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. എക്സിൻ്റെ ഡയമെൻഷൻ എന്താ? എക്സ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഡിസ്റ്റൻസിനാണ്. അപ്പോൾ എക്സിൻ്റെ ഡയമെൻഷൻ L തന്നെയാണ്. x0 എന്ന് പറയുന്നത് എന്താണ്? പൊസിഷനെയാണ് സൂചിപ്പിക്കുന്നത്. പൊസിഷനും എന്താണ്? ലെങ്ത്തിൻ്റെ ഒരു വേരിയേഷൻ അല്ല പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എല്ലാണ്. അടുത്ത v0യുടെ v0 ഇനീഷ്യൽ വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ L⁻⁻1 ആണ്. ഇൻറ്റു v0t ഉണ്ട്. പിന്നെ ടൈമിൻ്റെ ഡയമെൻഷൻ t ആണ്. അപ്പോൾ L⁻⁻1 ഇൻറ്റു t എന്ന് പറയുന്നത് ശരിക്കും എന്ത് വരും? t⁻⁻1 ഇൻറ്റു t⁻1 ആണ് അവിടെ വരുന്നത്. അപ്പോൾ L തന്നെ കിട്ടും. അപ്പോൾ v0tയുടെ ഡയമെൻഷനും നമുക്ക് എന്ത് കിട്ടി? L എന്ന് കിട്ടി. ഇനി ½ at² ആണുള്ളത്. ഹാഫ് എന്ന് പറയുന്നത് ഡയമെൻഷൻ ഇല്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ്. കാരണം ആ ഹാഫിന് നമുക്ക് ഡയമെൻഷൻ കൊടുക്കില്ല. കാരണം നമ്മൾ ആ ടേംസിൻ്റെ ക്വാളിറ്റിയാണ് ഇവിടെ
എടുക്കുന്നത് അല്ലേ, അതിൻ്റെ ക്വാണ്ടിറ്റി അല്ല നോക്കുന്നത്. അപ്പോൾ ഹാഫ് നമ്മൾ ഒഴിവാക്കി. അടുത്ത എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. അതിൻ്റെ ഡയമെൻഷൻ L(t⁻²) ആണ്. ടി സ്ക്വയർ ടൈം സ്ക്വയർ ആണ്. ടൈം സ്ക്വയറിന് എൻ്റെ ഡയമെൻഷൻ ടി സ്ക്വയർ ആണ്. അപ്പോൾ L(t⁻²) ടി സ്ക്വയർ വരുമ്പോൾ എന്ത് കിട്ടി? L തന്നെ കിട്ടും. കാരണം T⁻²ഉം T⁻²ഉം ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി നമുക്ക് അവിടെ കിട്ടുന്നത് L ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ എന്താണ്? ഡയമെൻഷനലി കൺസിസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അനുസരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് 2 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻ്റെ ഡയമെൻഷനൽ കൺസിസ്റ്റൻസി കണ്ടുപിടിക്കുക എന്നാണ്. ഹാഫ് mv² = mgh, v = u+at. ഈ 2 ഇക്വേഷനിലും ഡയമെൻഷനലി കൺസിസ്റ്റൻ്റ് ആണെന്ന് നിങ്ങൾ തന്നെ ഇരുന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ശ്രമിക്കണം, എന്നാലാണ് നമുക്ക് ഇത് ടാക്കിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓൾ ദ ബെസ്റ്റ്, അത്രയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് എന്താണ് പഠിക്കാനുള്ളത് നോക്കാം. ഇത് മാത്രമല്ല ചാപ്റ്ററിലുള്ള ഇനിയും പ്രോബ്ലംസ് ഉണ്ട്, പെൻഡിലും പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സോൾവ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വായിച്ച് പഠിക്കുക. ഓക്കെ, നമുക്ക് ഈ എക്സാം ടാക്കിൾ ചെയ്തേ പറ്റും. നമുക്ക് വേണ്ടിയാണ് സർക്കാർ ഫോക്കസ് ഏരിയയൊക്കെ തന്നിരിക്കുന്നത്. ഇത്ര എളുപ്പമായിട്ടുണ്ട്, ബാക്കി നമ്മുടെ കയ്യിൽ തന്നെയാണ്. അടുത്ത ലിമിറ്റേഷൻസ് ഓഫ് എ ഡയമെൻഷനൽ അനാലിസിസ്, ലാസ്റ്റ് ടോപ്പിക്കാണ്. ദ ഡയമെൻഷനൽ കൺസിസ്റ്റൻസി ഡസ് നോട്ട് ഗ്യാരൻറ്റി കറക്റ്റ് ഇക്വേഷൻസ്. അതായത് ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കൺസിസ്റ്റൻ്റ് ആണ് എന്ന് വെച്ചാൽ ആ ഇക്വേഷൻ കറക്റ്റ് ആകണമെന്നല്ല അതിൻ്റെ അർത്ഥം. ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ് കനോട്ട് ബി ഒബ്റ്റെയിൻഡ് ബൈ ദിസ് മെത്തേഡ്. അതായത് ഡയമെൻഷൻസ് ഇല്ലാത്ത ക്വാണ്ടിറ്റികളെ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇഫ് അൻ ഇക്വേഷൻ ഫെയിൽസ് കൺസിസ്റ്റൻസി ടെസ്റ്റ് ഇറ്റ് ഈസ് പ്രൂവ്ഡ് റോങ്, ബട്ട് ഇഫ് ഇറ്റ് പാസസ് ഇറ്റ് ഈസ് നോട്ട് പ്രൂവ്ഡ് റൈറ്റ്. അതായത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഈ ഡയമെൻഷനൽ കൺസിസ്റ്റൻസി ടെസ്റ്റിൽ പരാജയപ്പെട്ടാൽ ആ ഇക്വേഷൻ തെറ്റാണെന്ന് തെളിയിക്കപ്പെടും. പക്ഷേ ആ ഡയമെൻഷനൽ കൺസിസ്റ്റൻസി ടെസ്റ്റ് പാസ്സായതിന് ശേഷവും അത് നമുക്ക് 100% പറയാൻ പറ്റത്തില്ല ആ ഇക്വേഷൻ കറക്റ്റായിട്ടുള്ളൊരു ഇക്വേഷൻ ആണെന്ന്. ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് സെയിം ഡയമെൻഷൻസ്. അതായത് ഒരേ ഡയമെൻഷനുള്ള ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, ഇവിടെ എല്ലാം വെലോസിറ്റിയാണ് വന്നിരിക്കുന്നത്. അതായത് ഇതിൻ്റെ എല്ലാം ഡയമെൻഷൻ എന്തായിരിക്കും? L(t⁻⁻1) ആയിരിക്കും. അതായത് ഒരേ ഡയമെൻഷനുള്ള പല ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ് ഇതൊക്കെ. പക്ഷേ എന്താണ്? എല്ലാത്തിനും സെയിം ഡയമെൻഷൻസ് ആണ്. അതാണ് വേറൊരു ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് ദ സെയിം ഡയമെൻഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന്, ഫോക്കസ് ഏരിയയിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇത് മാത്രമല്ല ഉള്ളത്, ഇനിയുണ്ട്. പക്ഷേ ഞങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾ ചെയ്യുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്രയെങ്കിലും ഞങ്ങൾ ചെയ്യുന്നത്. ബാക്കി നിങ്ങൾ ശ്രമിക്കുക, ഞങ്ങളുണ്ട് കൂടെ. അപ്പം നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.